ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മുടെ ഹൗസിംഗ് ബോർഡ് എയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടാണ്. അപ്പോൾ അത് പുതിയതായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും അതിനെപ്പറ്റി കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മളവിടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മളെപ്പോഴും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു ഡോക്യുമെന്റ്, ഒഫീഷ്യൽ ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നിങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. ഇതും ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്, അതായത് നമ്മുടെ നിയമസഭയിൽ സബ്മിറ്റ് ചെയ്ത ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഏറ്റവും നമ്മളെ ഹൗസിംഗ് ബോർഡിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹൗസിംഗ് ബോർഡിന് എത്ര ഓഫീസ് ഉണ്ട്, എത്ര റീജിയണൽ ഓഫീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കാം. ഓർഗനൈസേഷൻ സെറ്റപ്പിനെ പറ്റി നമുക്ക് അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ബേസിൽ 3 യൂണിറ്റ് ഓഫീസസ് ആണ് ഉള്ളത്. അത് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും. അത് റീജിയണൽ എഞ്ചിനീയേഴ്സ് ആണ് അതിന്റെ ഓണർഷിപ്പ് ഉണ്ടാവുക. പിന്നെ അത് കൂടാണ്ട് 14 ഡിവിഷൻ ഓഫീസസ് ഉണ്ട് 14 ജില്ലകളിലായിട്ട്. അതെന്താ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ആണ് അതിന്റെ ഓണർഷിപ്പ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അത് കൂടാണ്ട് 4 ബ്രാഞ്ച് ഓഫീസസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് കൂടാണ്ട് ഡിവിഷൻ തിരുവനന്തപുരം, എറണാകുളം എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് എന്തുള്ളത്, നമ്മളുടെ ഓർഗനൈസേഷണൽ സെറ്റപ്പിനെ പറ്റിയിട്ട് നമുക്ക് അവിടെ പറയാനുള്ളത്. പിന്നെ നമുക്കവിടെ വിങ്ങിനെ പറ്റിയിട്ട് വരാം. മെയിൻ ആയിട്ട് 4 വിങ് ആണ് ഉള്ളത്. നമുക്കറിയാം, ഹൗസിംഗ് ബോർഡ് എന്ന് പറയുമ്പോൾ സിവിൽ തന്നെയാണ് അവിടെ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ സിവിൽ വിങ് ഉണ്ട്, അതേപോലെ ആർക്കിടെക്ചർ. കാരണം വെച്ചാൽ ആർക്കിടെക്ട്സ് അവിടെ എന്തായാലും വേണം ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വിങ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റംസ് വിങ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇപ്പം പറയുമ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ അതിലേക്കാണ് ഇപ്പൊ റിക്രൂട്ട്മെന്റ് നടന്നത്, ഇലക്ട്രിക്കല്. അപ്പൊ പിന്നെ എനർജി ഓഡിറ്റർ ഉണ്ട്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്. എനർജി ഓഡിറ്റർ എന്നുള്ളത് പ്രൊമോഷൻ ആയിട്ട് വരുന്നതല്ല, അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാം. ഓക്കെ, ഇലക്ട്രിക്കല്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്നുള്ള രീതിയിലാണ് ഉള്ളത്. പിന്നെ അത് കൂടാണ്ട് സബോർഡിനേറ്റ് സർവീസിലാകുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എന്തുണ്ട്, ഡ്രാഫ്റ്റ്സ്മാൻ, സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാനും ഉണ്ട്, അതേപോലെ ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാനും ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, ജസ്റ്റ് ആ ഒരു റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊമോഷൻ എങ്ങനെയാ വരിക എന്നുള്ള കാര്യം കൂടി പറയാം. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാങ്ഷന്റെ സ്ട്രെങ്ത് പഴയ ഡാറ്റ ഉണ്ട്, അത് വെച്ച് നമുക്ക് അവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഇതിലിപ്പം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സിന് പ്രൊമോഷൻ ആയിട്ടാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും അതെന്തായാലും ഉണ്ടാവണം, എന്നാലും മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, പിന്നെ അതിന്റെ 50%ന്റെ കാര്യം പറഞ്ഞിട്ട് ഡിപ്ലോമ. കാരണം വെച്ചാല് ഓവർസീ ഗ്രേഡ് ആണെന്ന് പറഞ്ഞാൽ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അല്ലെ. അപ്പൊ അവിടുന്ന് ഒരു എക്സിക്യൂട്ടീവിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്, പക്ഷെ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ബൈ പ്രൊമോഷൻ ഓഫ് ദി കാറ്റഗറി ഓഫ് ദി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ 2 വർഷത്തെ സർവീസ് ഉണ്ടായാൽ മതി മിനിമം. ഓക്കെ, മിനിമം 2 വർഷം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇതൊക്കെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ഇതിപ്പം ഇലക്ട്രിക്കൽ എന്നുള്ള പ്രൊമോഷൻ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും നടത്താം എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഇത് നമ്മളെ മുന്നത്തെ ഈ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ റെഗുലേഷൻസ് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണിത്. അതിൽ ഇതൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവിടെ എനർജി ഓഡിറ്റർ ഉണ്ട്. എനർജി ഓഡിറ്റർ എന്ന് പറയുമ്പോൾ 3 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അത് ഇലക്ട്രിക്കൽ നിന്നും എന്താ പറയണ്ടേ, പ്രൊമോഷൻ ആയിട്ട് വരുന്ന ഒരു പോസ്റ്റ് അല്ല. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഇതാണ് ഉള്ളത്. പിന്നെ നമ്മളെ ഇലക്ട്രിക്കൽ ബൈ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആകുമ്പോൾ ഇത് ഓൾറെഡി കേരള PSC ഇത് അവരുടെ നോട്ടിഫിക്കേഷൻ, അതായത് ഓരോ പോസ്റ്റിനും ഇന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്നുള്ള അവരൊരു റിക്രൂട്ട്മെന്റ് റൂൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇലക്ട്രിക്കലിലേക്ക് എന്താ നമുക്ക് അവിടെ സ്വാഭാവികമായിട്ടും പ്രൊമോഷൻ വഴി ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ എന്നുള്ള പ്രൊമോഷൻ വഴി എന്താ അവിടെ റിക്രൂട്ട്മെന്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഓക്കെ, 3:2 ആണ്. ടോട്ടൽ 5ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 3 ഡയറക്റ്റും 2 പ്രൊമോഷൻ വഴിയാണ്. ആ 2 വീണ്ടും 1:1 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 1 എന്ന് പറയുന്നത് ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം, ഈ 1 എന്ന് പറയുന്നത് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആയിരിക്കണം. ഓക്കെ, മൊത്തം ഇപ്പൊ 5 സാങ്ഷൻഡ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൽ 3 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴി ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെയാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അതേപോലെ ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാന്റെ കേസിൽ അവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴി വരാം. ഓക്കെ, പിന്നെ സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ ഉള്ള
പ്രൊമോഷൻ വഴി. ഇപ്പോൾ ഓൾറെഡി എനിക്കൊന്ന് സെക്കൻഡ് ഗ്രേഡ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ റാങ്ക് ലിസ്റ്റ് അവിടെ നിലവിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഗ്രേഡ് ഇല്ലാന്നും. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ ഒരു തോട്ട്. ഓക്കെ, എനിവേ ഇതാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തത് ഞാൻ പറയാം. ഇത് പഴയ ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ്. അപ്പോ പഴയ ഓഡിറ്റ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് 2019-20 കാലഘട്ടത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പം പറയുന്നുണ്ടാവുക, ഇനിയിപ്പം പറയുന്നുണ്ടാവും. അതായത് സാങ്ഷൻഡ് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അതേപോലെ റിക്രൂട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അതിനുശേഷം കുറെ വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ അതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാവാം. ദ റിക്രൂട്ട്മെന്റ് ത്രൂ PSC ആൻഡ് ടു മേക്ക് ദ അപ്പോയിന്റ്മെന്റ്സ് ഫോർ ദ സെയിം, ഹവർ സർട്ടൻ വേക്കൻസീസ് ഹാവ് ഓൾറെഡി ബീൻ റിപ്പോർട്ടഡ് ടു ദി PSC as ഡീറ്റെയിൽഡ് ബിലോ. അപ്പൊ ഇതിപ്പം പഴയ ഡാറ്റയാണ്. നമ്മൾ നേരത്തെ കാണിച്ചത് മാത്രമാണ്, ഇത് മാത്രമാണ് 2026 ഫെബ്രുവരിയിൽ സബ്മിറ്റ് ചെയ്തത്. ഓക്കെ, അതോടെ ഞാൻ കാണിച്ചല്ലോ. ഓക്കെ, അതെ, ആ 2026 സബ്മിറ്റ് ചെയ്ത ഡാറ്റയാണിത്. ഓക്കെ, 2026 റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്ത ഡാറ്റയാണ്, 2026 റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്ത ഡാറ്റയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് ഷെയർ ചെയ്യാം. ഓക്കെ, ഇതിലിപ്പം സാങ്ഷൻഡ് പോസ്റ്റും മെൻ ഇൻ പൊസിഷനും വേക്കൻസിയും ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് റിപ്പോർട്ടഡ് ടു PSC ഇൻക്ലൂഡിംഗ് ദി ദോസ് ഫോർ ദ ട്രാൻസ്ഫർ അപ്പോയിന്റ്മെന്റ്. ആ ഒരു രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പം ഗ്രേഡ് 3 അതേപോലെ ആർക്കിടെക്ചറിലൊക്കെയാണ്. അതുപോലെ ഈ സിവിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിലിന്റെ കാര്യങ്ങളൊക്കെയാണ്. എനിവേ ഈ ഈ ഒരു ഡാറ്റ ഒഫീഷ്യൽ ആണോ എന്ന് വെച്ചാൽ ഒഫീഷ്യൽ ആണ്, പക്ഷെ ഇതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കുറവുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബെറ്റർ എന്താണെന്ന് വെച്ചാൽ RTI കൊടുക്കാം. ഓക്കെ, RTI നമ്മുടെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര വേക്കന്റ് ഉണ്ട്, ഇപ്പൊ എത്ര പോസ്റ്റുകൾ വേക്കന്റ് ഉണ്ട്, എത്രയാണ് സാങ്ഷൻഡ് സ്ട്രെങ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താ ഡാറ്റ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ഒഫീഷ്യൽ ഡോക്യുമെന്റ് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഒഫീഷ്യൽ ആയിട്ട് ഇത് എനിക്കൊന്ന് ഇതിൽ പഴയ കുറച്ച് ഡാറ്റാസ് ആണ് ഇതിൽ ആഡ് ആക്കിയേക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ 2026 ജൂണിലെ ഡാറ്റ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് RTI കൊടുക്കുക, റൈറ്റ് ടു ഇൻഫർമേഷൻ. ഓക്കെ, RTI കൊടുത്തു കഴിഞ്ഞാൽ 2026 ജൂണിൽ എത്ര പോസ്റ്റുകളാണ് വേക്കന്റ് ഉള്ളത്, എത്രയാണ് ടോട്ടൽ സാങ്ഷൻഡ് സ്ട്രെങ്ത്, അതിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴി എത്രയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള ഡാറ്റ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ അത് നോക്കുക. പിന്നെ ഇതില് 2021 ഡാറ്റയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞു 2021 രീതിയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സമയത്തെ CAG റിപ്പോർട്ട്, കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഡാറ്റയാണ് ഈ ഒരു 2026 റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്തേക്കുന്നത്, നമ്മളെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് സബ്മിറ്റ് ചെയ്തേക്കുന്നത്. അത് പ്രകാരം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിലേക്ക് ടോട്ടൽ സാങ്ഷൻ സ്ട്രെങ്ത് 4 ഒരാളാണ് ഇപ്പൊ പോസ്റ്റിലുള്ളത്. ബാക്കി 3 എന്താ വേക്കന്റ് ആണ്. ഓക്കെ, അത് 3 വേക്കന്റ് ആണ്. ഓക്കെ, പിന്നെ അവിടെ എന്താ, അവിടെ ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ലാണ്ട് ബൈ ട്രാൻസ്ഫർ അവിടെ ഒന്ന് വരുന്നുണ്ട്. പിന്നെ ഒരു വേക്കൻസി ആണ് ഇപ്പോ PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്പർ ഓഫ് വേക്കൻസീസ് റിപ്പോർട്ടഡ് അത് 1 എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് RTI കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറച്ചും കൂടി നല്ല ക്ലാരിറ്റിയിലുള്ള ഇൻഫർമേഷൻ അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, 2026 ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, എനിവേ ഇത്രയേ ഉള്ളൂ. അതേപോലെ സെക്കൻഡ് ഗ്രേഡിന്റെ കേസിന് 1. ഓക്കെ, ഫസ്റ്റ് ഗ്രേഡിന്റെ ഇലക്ട്രിക്കലിന്റെ ഡാറ്റ അതിൽ അവൈലബിൾ അല്ല. ഓക്കെ, വാട്ടവർ. അപ്പോ ഇതാണ് ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.